आप आ रहे हैं? ओके तैयार है। लेट्स गो। आ रहा हूँ तो कैसे नहीं आएगा? हक दे दो तो। तेरा हक मुझे चाहिए यार डार्लिंग। अब कब मिलेगा? चलो यार ठीक है यार, चलो मिलेगा यार। हाँ पक्का। आप घूम केरला का नहीं बोलना यार। हाँ? जरूर है बारिश में। हाँ, मानसून उधर मनाएगा 2021 इन केरला। हाँ मजा। और वैसे भी हॉट लोग केरला ही जाएंगे, वहीं पे गर्मी पानी है जो में ठंडा उधर नहा के आएगा। व्हाट आई एम टेलिंग यू, यहीं से रोड क्रॉस करके हाईवे के बगल से चले जाओ, फिर जहाँ ऊपर चढ़ने वाला मिले ना ऊपर चढ़ जाना। फिर तो तुम गूगल चला ही रहे हो, तुम्हें ज़्यादा टर्न एंड ट्विस्ट कुछ नहीं करना। ठीक है चलो। അപ്പോൾ നമ്മൾ കാൺപൂർ വിടുവാണ്. നല്ല നൈസ് 2 കമ്പനിക്കാരെ ഒഴിവാക്കി. ഞാൻ പൊതുവേ പറയാറുള്ള പോലെ തന്നെ ഇറങ്ങുമ്പോൾ ഉള്ള സങ്കടം ഉണ്ടല്ലോ, ഇപ്പം നിനക്ക് മനസ്സിലായോ? അതെ അതാണ്. ഒത്തിരി ദിവസമൊന്നും നിൽക്കണമെന്നില്ല, വിഷമോ സങ്കടമൊക്കെ വരെ 24 മണിക്കൂർ വേണ്ട. ഓഹോ ഇവിടുത്തെ ട്രാഫിക്കിന് നമുക്ക് രക്ഷപ്പെടാം. പൊല്യൂഷൻ എസ്കേപ്പ് ഫ്രം കാൺപൂർ. പൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, ആൾക്കാരുടെ മനസ്സിൽ പൊല്യൂഷനൊന്നും ഇല്ല കേട്ടോ. മനസ്സൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഫാക്ടറികളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ടാ, വെറുതെ അല്ല നമ്മുടെ നാട്ടിൽ സമരം. പൊല്യൂഷൻ ഫോഗ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവം. ഓക്കെ വെളുവിളാന്നിരിപ്പുണ്ട്. എന്തായാലും നൈസായിട്ടുണ്ട്. ഇവിടുന്ന് 100-300 കിലോമീറ്റർ ഉണ്ട് വാരണാസിക്ക്. 100 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. 6-7 മണിക്കൂർ എടുക്കും. നമ്മൾ പതുക്കെയല്ലേ പോകുന്നത്, എത്ര കവർ ചെയ്യാമോ അത്ര. ബാക്കി പിന്നെ വെയിറ്റിംഗ്, നമ്മൾ പതുക്കെ പോകും. वाराणसी आप किधर जा रहे हैं? अच्छा क्या नाम है? नीलेश कुमार. अच्छा हम केरला से. ठीक है यार. ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണല്ലോ. ഗ്യാസ് റെഡി, കുക്കർ റെഡി. ഒരു കാര്യം മാത്രം മിസ്സായിപ്പോയി. കത്തിയാണെങ്കിൽ അവർ അവിടെ വെച്ചിട്ട് പോരുന്നത്, സുദീപിൻ്റെ ഒക്കെ അവിടെ. കുഴപ്പമില്ല, സ്പൂൺ കൊണ്ട് ചിരണ്ടാം. തൽക്കാലം കത്തി മേടിക്കാൻ പറഞ്ഞാൽ കത്തി സ്പൂണ്. എന്നാ ചെയ്യാനല്ലേ. ഇന്ന് കുക്ക് ചെയ്യുന്ന അഭേദാ കേട്ടോ. ആട്ടെ, ഇന്ന് അവൻ്റെ വക ഉരുളക്കിഴങ്ങ് കറി. അല്ലേ ഇടേ പട്ടിയാവുന്നതാണോ അവിടെ? തവള ഇട്ടാ അല്ലേ ഇട്ടോ. എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ്? ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയൂ, കേക്കട്ടെ. നൈസ് പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളമൊക്കെ ആയി എല്ലാം കുറച്ച് വീതം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ ഫുൾ സെറ്റ് ആവും. എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ സെറ്റ് ആയിരിക്കും. പിന്നെ ഇത് മാറി ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കഞ്ഞി തിളച്ചല്ലോ, നമ്മുടെ കഞ്ഞി തിളച്ചല്ലോ, കഞ്ഞി തിളച്ചല്ലോ, ഹോയ് ഹോയ്. ഇച്ചിരി എരി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ശരി, പാത്രം കഴിയട്ടെ. നദിക്കകത്ത് കൃഷി, നദിക്കകത്ത് കൃഷി. രാത്രി 5:30 ആയതേ ഉള്ളൂ കേട്ടോ. 5:30 ആയപ്പോഴത്തേക്കിന് ഇരുട്ടായി. ലെറ്റ്സ് ഗോ.
വാരണാസിക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ്. ഓക്കെ, പൊളിയല്ലേ? കണ്ടത്തിനകത്തൊരു വെള്ള ഓട്ടോ, പൊളി. നൈസ് ഫോട്ടോ ആയിരിക്കും എടുത്ത. ആരെങ്കിലും ഒരു DSLR സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഫോട്ടോ എടുത്തായിരിക്കുന്നതാണ്. നൈസാണ്, നോക്ക്. പൊളി 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 പൊളി. ഇന്നത്തെ താമസമെല്ലാം കിട്ടി. നല്ല അടിപൊളി തണുപ്പാണ്. ഇവിടുത്തെ ഒരു നൈസ് അച്ചായനാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടു ഈ ഒരു മുറി പോലെ, ഇതിനകത്ത് കിടന്നോളാൻ പറഞ്ഞു. വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഇല്ലേ, ഡിമ്മ് പോയി. ഇനിയിപ്പം രാവിലെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എവിടുന്നേലും മാറണം. അവൻ ടോയ്ലറ്റിൽ പോയേക്കുക. വണ്ടി ഇവിടെ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നൈസ് പമ്പാണ് കേട്ടോ, നൈസ് വലിയൊരു പമ്പാണ്. ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ബൈക്കും അപ്പുറത്തെ സെക്ഷനിൽ ലോറി. ഓ, ഇതുവരെ കിടന്നതിൽ ഏറ്റവും അടിപൊളി ഒരു പെട്രോൾ പമ്പ് ആട്ടോ ഇത്. ഹലോ, ബ്ലോഗിങ് നൈസാ. അപ്പം ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. ചാർജിങ് പുറത്തെ എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നൈസ് പെട്രോൾ പമ്പ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ് മക്കളെ. നമുക്ക് റൗണ്ട് അടിച്ച് പോകാം അല്ലേ? അപ്പോൾ ലെറ്റ്സ് ഗോ. എങ്ങോട്ടാ? വാരണാസി. 127 കിലോമീറ്റർ. NH19 കൂടെ കേട്ടോ നമ്മൾ പോകുന്നത്. ഇതാണ് കേട്ടോ NH19. ശരിക്കും കണ്ടു ഇത് ആ പമ്പിൻ്റെ ഏരിയ കേട്ടോ ഈ കാണുന്ന എല്ലാം കണ്ടോ. ആ പുള്ളിയോട് ഞാൻ ചോദിച്ചായിരുന്നു, അപ്പോഴാണ് പുള്ളി പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇവിടെ വരെ പമ്പിൻ്റെ മാത്രമല്ല, ഇതിനപ്പുറത്തോട്ട് ഏതാണ്ട് LNGയുടെ ഏതാണ്ട് സെറ്റപ്പ് ഉണ്ട്. അതെല്ലാം HP ആയിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ശരി, ഈ റൂട്ടിൽ കാണാം. രാവിലെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ബജ്ജി ഇവന് ഭയങ്കര വിശപ്പെന്ന്. അവന് ചോറ് പോലെ എന്തെങ്കിലും തിന്നണം. അപ്പം നമ്മൾ ബജ്ജി മേടിച്ചു. അങ്ങനെ ഉണ്ടോ? നമ്മുടെ പറയാം എത്രയാണ് ചോദിച്ചത്? എത്രയാണ് ചോദിക്കും. എന്നിട്ട് പള്ളിയല്ലേ, പള്ളി. കൊറോണ. അങ്ങനെ നമ്മൾ വാരണാസി എത്തിയിരിക്കുന്നു മക്കളെ. വാരണാസി ഈ കാണുന്നതാണ് ഏതാ പുഴ? ഗംഗേ കേട്ടിട്ടില്ലേ? ആ ഗംഗയാണ് ഈ ഗംഗ. ആ ഗംഗയല്ല ഈ ഗംഗ, ഇത് ഗംഗ പുഴ. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ തിങ്ങി പാർക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവരും അവരവരുടെ ദൈനംദിന ജീവിതങ്ങളിൽ ബിസിയായിട്ട് ഇരിക്കുകയാണ്. അധികം അങ്ങോട്ട് എടുക്കുന്നില്ല. ദാറ്റ്സ് ദെയർ പ്രൈവസി. ഓക്കെ, എനിവേ അങ്ങ് ദൂരെ നമുക്ക് ആ കാശി ഈ അമ്പലമൊക്കെ കാണാം. നമ്മുടെ പ്രൊഫഷണൽ ഷെഫ് ഇവിടെ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു കറി ഉണ്ടാക്കുകയാണ്.
ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി. ഇത് ഈ പുള്ളിക്കാരനെ കൊണ്ടൊന്ന് നമ്മൾ കഴിപ്പിക്കും. ഒന്ന് കഴിച്ച दही खाएगा. घी दही ना तर यार इसमें क्या पानी दही है. अच्छा ये वो सुजीत दे गया, सुजीत क्या वो जैसल लेके गया था बोतल. 50,000 का सोना लेके दे दूँ, 20,000 रुपया दे चलूँगी नहीं. ഇതാണ് നുമ്മ പറഞ്ഞ വാരണാസി. के लिए आ रहा है